51 A within bracket G. ഈ രണ്ട് ആർട്ടിക്കിളിനകത്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടും ലീഗലി ബൈൻഡഡ് ആണ്. നല്ല ചോദ്യമാണ്. 49A ആൻഡ് ഓൾസോ 51A within bracket G. രണ്ട് ആർട്ടിക്കിളാണ്. 49 ആർട്ടിക്കിൾ നിങ്ങൾ പേപ്പർക്ക് പോയ ആർട്ടിക്കിൾ 49 അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 49 എന്ന് പറയുന്ന പണിഷ്മെന്റ് ആണ്. പിന്നെ അപ്പോൾ രണ്ട് ആർട്ടിക്കിളിനകത്തും എന്ത് പറയുന്നു? saying about the role of Indian citizen, role of Indian states regarding Wildlife Protection Act. അപ്പം 72 ലാൻഡ് ചെയ്യപ്പെട്ടത്. ആൻഡ് എവറി ഇയർ or once in 2 to 3 years the law will be updated. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ഒന്നുമില്ല. whenever there is a need the law will be updated. Point number 1. 2. As per the Wildlife Protection Act, we classify the whole living organism into 6 major schedules. Schedule 1, 2, 3, 4, 5 and 6. നിങ്ങൾ ആദ്യം എഴുതിയ പോലെ തന്നെ IUCN എഴുതിയ പോലെ തന്നെ ഇങ്ങനെ 6 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നല്ല ചോദ്യമാണ്. വാട്ട് ദ ഷെഡ്യൂൾ 1 റെഫേഴ്സ് 2, 3, 4, 5 ആൻഡ് 6. ഓക്കെ. അപ്പം മൊത്തം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് 6 ഷെഡ്യൂളാണ് വരുന്നത്. ഈ 6 ഷെഡ്യൂളും ലീഗൽ ബൈൻഡിങ് ഉള്ളതാണ്. അപ്പം എന്ത് ചെയ്യാം? നോൺ ബെയിലബിൾ അറസ്റ്റ് വാറന്റ് വരെ തരാം നിങ്ങൾക്ക്. മറന്നുപോയി. ഇതൊക്കെ ഞാൻ ഓരോന്നും വളരെ ബ്രീഫായിട്ട് തന്നെ പറഞ്ഞു പോകും. 1 and 2 ഒരുമിച്ച് പറയാം. ഹൈലി പ്രൊട്ടക്റ്റഡ്, ഹൈലി പണിഷബിൾ ആണ്. ഹൈലി പ്രൊട്ടക്റ്റഡ്, ഹൈലി പണിഷബിൾ ആണ്. സോ utmost priority of conservation is given to the category of animals in category 1 and 2. They are highly protected and highly punishable. For example, Malabar civets coming under the category 1, schedule 1. So the animal is highly protected. If you are teasing or torturing the animal, it will be highly punishable. Okay, that's what we commonly call schedule 1 and 2. ഈ പണിഷ്മെന്റ് എന്ന് പറയുന്നത് പെനാലിറ്റിയും വരാം. പെനാലിറ്റി എന്ന് പറയുന്നത് സംടൈംസ് ഗോ ടു ദ ലെവൽ ഓഫ് 1 lakh rupees ആൻഡ് ഇംപ്രിസ്മെന്റ് 5 കൊല്ലം വരെ കിടക്കാം. ചിലപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും തരുന്നത്. ആ പെനാലിറ്റിയും ഉണ്ട്, ഇംപ്രിസ്മെന്റും കിട്ടും ഇതിനകത്ത് 1 and 2-നകത്ത്. അപ്പോൾ അത് അക്കോർഡിംഗ് ടു ദ ക്രൈം യു ആർ ഡൂയിങ് ഇൻ ദ അനിമൽ. സോ സംടൈംസ് യു വിൽ ബി 1 year or 2 year or 3 year. സംടൈംസ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു 5 years. ഹിന്ദിയിലെ ഒരു നടൻ്റെ കേസ് ഷെഡ്യൂൾ 1-നകത്താണ് കയറിപ്പോയത്. പിടിക്കപ്പെട്ടാൽ ഒരു രക്ഷയില്ല. എത്ര കാശ് കൊടുത്താലും ഇറങ്ങിയിടാൻ പറ്റത്തില്ല. അത്രയ്ക്ക് എന്താണ്? പണിഷബിളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. 3 and 4 പ്രൊട്ടക്റ്റഡ് ആൻഡ് ലെസ് പണിഷ്ഡ്. 3, 4 പ്രൊട്ടക്റ്റഡ് ആണ്, പണിഷ്മെന്റ് എന്താണ്? ലെസ് ആണ്. എന്ന് പറയുമ്പോൾ 1-2 കൊല്ലം മാക്സിമം 27 പണിഷ്മെന്റ് കിട്ടും. അപ്പോൾ ദ പണിഷ്മെന്റ് ഈസ് ലെസ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. മറ്റേ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ പ്രൊട്ടക്ഷൻ ആണ്. വി ആർ കൺസർവിങ് ദ അനിമൽ ആർ ദ പ്ലാന്റ്സ്. പ്രൊട്ടക്റ്റഡ് ആണ്, ലെസ് പണിഷബിൾ ആണ്. അതാണ് എൻ്റെ വ്യത്യാസം. ഓക്കെ. അപ്പോൾ 1 and 2 ഹൈലി പ്രൊട്ടക്റ്റഡ്, ഹൈലി പണിഷബിൾ. 3 and 4 പ്രൊട്ടക്റ്റഡ് ആൻഡ് ലെസ് പണിഷബിൾ. The penalty may be ranging from 25,000 to 1 lakh. Punishment may range from 1 year to 5 years. In exception case ഉണ്ട് 7 കൊല്ലം പണിഷ്മെന്റ് കൊടുത്ത കേസുകളുമുണ്ട്. Okay, but depends upon the crime you are doing on the animal. The punishment is variable ആണ്. അത്രയും മതി. 4. 5 യൂഷ്വലി പറയുന്ന പേര് വെർമിൻ കാറ്റഗറി എന്ന് വിളിക്കും. അവ കൊടുത്തുള്ളൂ. വെർമിൻ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ഹണ്ടിങ് കാറ്റഗറിയാണ്. ഹണ്ട് ചെയ്യാം, ഹണ്ടബിൾ അനിമൽസ് ആണ്. ഇനി ആരെ ഹണ്ട് ചെയ്യാൻ പോകുന്നത്? അതാണ് എൻ്റെ രസകരമായ കാര്യം. ക്രോ, CROW, കാക്ക ഹണ്ട് ചെയ്യാം. ഫ്ലൈയിങ് ഫോക്സ് ഹണ്ട് ചെയ്യാം. വൈൽഡ് പിഗ് ഹണ്ട് ചെയ്യാം. റാറ്റ് ഹണ്ട് ചെയ്യാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ ആ ഹണ്ടിങ് നോക്കുക. സോ ഹണ്ടിങ് ഈസ് പെർമിസിബിൾ ടു certain animals like crow, flying fox, rodents. സ്നേക്ക് ഹണ്ട് ചെയ്യാൻ പറ്റില്ല.
അതൊക്കെ ഇതിനകത്ത് കയറി പോരും. അപ്പൊ റോഡൻസ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? വൈൽഡ് പിഗ്. ഇനി 2019 ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് റിക്വസ്റ്റ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ഹണ്ടിങ് മങ്കീസ്. ഇറ്റ് വാസ് പെർമിറ്റഡ് ഫോർ എ പീരീഡ് ഓഫ് 1 year. അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ആണ് പറയുന്നത്. 2019 ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് റിക്വസ്റ്റഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ഹണ്ടിങ് ദ മങ്കീസ്. The permission is granted for a period of 1 year. ഒരു കൊല്ലത്തേക്ക് മാത്രം. എന്താ റീസൺ എന്ന് അറിയാമോ? മങ്കീസ് ആർ ഡാമേജിങ് ദിയർ അഗ്രികൾച്ചറൽ ലാൻഡ്. ഗാർലിക് പ്ലാന്റേഷൻ മുഴുക്ക അവർ ഡാമേജ് ചെയ്ത് കളഞ്ഞവർ. 2, ഇറ്റ് ഈസ് എ ത്രെറ്റനിങ് ടു ടൂറിസം. ടൂർ വരാൻ പറ്റത്തില്ല, കാരണം വണ്ടിക്കകത്ത് കയറി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇപ്പം മങ്കീസ് ഫീവറും കൂടെ പോപ്പുലർ ആയിരിക്കുക. സോ ദേ മേഡ് ദ മാൻഡറ്ററി ടു കിൽ മങ്കീസ് and the government is given the permission for a period of 1 year. 2020 ഈ ഓഗസ്റ്റ് ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാണ്. 1 year ഹിമാചൽ പ്രദേശ് ഗവൺമെന്റ് is given the permission for hunting the monkeys. അപ്പോൾ റീസെന്റ് ആയിട്ട് ബർമിനകത്ത് വന്നിരിക്കുന്ന അനിമലിലാണ് ഈ പറഞ്ഞ മങ്കി. എവിടെ മാത്രമേ ഉള്ളൂ? ഹിമാചൽ പ്രദേശ് മാത്രമേ ഉള്ളൂ, നോട്ട് അക്രോസ് ദ വേൾഡ്. 6, certain plants are not permissible for domestic cultivation. Certain plants are not permitted for domestic cultivation. വീട്ടിൽ വളർത്താൻ പാടില്ല. എക്സാമ്പിൾ, ബ്ലൂ വാൻഡ, റെഡ് വാൻഡ, VANDA. ബ്ലൂ വാൻഡ പറ്റത്തില്ല, റെഡ് വാൻഡ പറ്റത്തില്ല. ലേഡീസ് സ്ലിപ്പർ ഓർക്കിഡ്, ലേഡീസ് സ്ലിപ്പർ ഓർക്കിഡ്, ORCHID. ഈ പറയുന്ന 2-3 പ്ലാന്റ് എന്ത് ചെയ്യാൻ പാടില്ല? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഫൈൻ ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം. അത്രയും മതി അതിനകത്ത്. വാട്ട് ഇസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആൻഡ് വാട്ട് ആർ ദ ഷെഡ്യൂൾസ് കമ്മിങ് ഇൻ ടു ദ കാറ്റഗറി കോൾഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, ദെൻ വി മൂവ് ഇൻ ടു ദ കൺസർവേഷൻ സ്ട്രാറ്റജീസ്. അങ്ങനെ പ്രത്യേകിച്ച് അത് ഒരു മിസ്നോമാണ്. ചോദ്യം മനസ്സിലാക്കണം. ഇവിടെ ഒരിക്കലും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് വൾണറബിൾ ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. കാരണം IUCN ഒരു നോംസും ലീഗലല്ല. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? കൺസർവേഷൻ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ എന്താണ്? ലീഗൽ ഫോർമലാണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഷെഡ്യൂൾ 1 ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. വരാതെയും ഇരിക്കാം. ഇപ്പം കിങ് കോബ്ര ഷെഡ്യൂൾ 1. കിങ് കോബ്ര ഷെഡ്യൂൾ 1 ഇൻക്ലൂഡ് ഇരിക്കുന്നത്. അപ്പം അത് ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡ് ഒന്നുമല്ല. അപ്പം അങ്ങനെ ക്രിട്ടിക്കൽ എൻഡേഞ്ചേർഡോ വൾണറബിളോ നിയർലി ത്രെറ്റൻഡോ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇവിടെ കുറച്ച് അനിമലിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, വേറെ ആരുമില്ല. വൈൽഡ് ലൈഫ് ബോർഡാണ് ഇതിന് എന്തിരിക്കുന്നത്? ഇൻക്ലൂഡ് ഇരിക്കുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സം ക്രൈറ്റീരിയ. അവന് അവൈലബിലിറ്റി ആയിരിക്കും പ്രോബബ്ലി. അല്ലാതെ ഡോണ്ട് പുട്ട് ദ ഐഡിയോളജി കോൾഡ് അവൈലബിലിറ്റി വെച്ചിട്ടാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ പറയരുത്. ഇപ്പം ഡോണ്ട് പുട്ട് ദ വേർഡ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് വൾണറബിൾ ഇല്ല. കാരണം അതൊക്കെ ആരുടെ വേർഡാണ്? IUCN വേർഡാണ്. ഇവിടെ ഒന്നും അത് പറയരുത്. ഇവിടെ ആകെ പറയേണ്ടത് എന്താണ്? certain animals are enlisted by government of India which are highly protected. If you are teasing, highly punishable. അതിനകത്ത് നമ്മൾ ആ IUCN പറയുന്ന പോലെ ചെയ്യത്തുള്ളൂ. അവിടെ വൈൽഡ് ലൈഫ് ഒന്നും പറയത്തില്ല. വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ലീഗലാണ്. പിന്നെ നമ്മളെ ഇന്ത്യയിലുള്ള എന്താണ് റെഫർ ചെയ്യുന്നത്? കാരണം IUCN എന്ന് പറയുമ്പോൾ ഗ്ലോബൽ സ്കെയിലാണ്. നമ്മൾ ചിലപ്പോൾ ആനിമലെ കണ്ടു കാണത്തില്ല. നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ ഡേറ്റ ബുക്ക്. പക്ഷേ ഇന്ത്യൻ ഡേറ്റ ബുക്ക് എന്ന് പറയുമ്പോഴും നോംസ് ആൻഡ് കണ്ടീഷൻ ആരുടെയാണ്? IUCN's. അത് വെച്ച് ചെയ്യത്തുള്ളൂ. നല്ല ബുക്കാണ്, തെറ്റൊന്നുമില്ല. ഇനി നോക്കുക, കൺസർവേഷൻ. ഞാനിവിടെ 3-4 ലെവലൊക്കെ പറഞ്ഞു പോകുന്നത്. ആദ്യ ലെവലിൽ നോക്കുക, ഇങ്ങനെ 2-3 വാക്ക് ഞാൻ പറയുന്നത്. ഒന്ന്, റിസർവ്ഡ് ഫോറസ്റ്റ്. പലപ്പോഴും നമ്മൾ പേപ്പറിൽ വായിക്കുന്ന വാക്കാണ് റിസർവ്ഡ് ഫോറസ്റ്റ്. 2, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. 3, കൺസർവേഷൻ റിസർവ്. 4, റിസർവ് ആണ് ഇത്, കമ്മ്യൂണിറ്റി റിസർവ്.
ഇത് രണ്ടും ഫോറസ്റ്റാണ്. 4 വാക്ക്, 4 വളരെ യുണീക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർവ്ഡ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. ആദ്യം രണ്ടും നോക്കാം. ഇത് രണ്ടും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആസ് പെർ ദ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. 1927 ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തെ ആക്ടാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് എന്ന് പറയാം. ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് പീപ്പിളാണ്. ആ ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 വാക്കുകളാണ് ഈ പറയുന്ന റിസർവ്ഡ് ഫോറസ്റ്റും പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റും. ഓക്കെ, അപ്പോൾ ഒരു ലൂപ്പ് ഹോൾ ഇല്ലാതെയാണ് ലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉണ്ടാക്കിയതല്ല, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുക. അത്രയ്ക്ക് റിജിഡ് ആണ്, വിത്തൗട്ട് എനി ലൂപ്പ് ഹോളാണ്. സോ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടുകളിൽ വരുന്നതാണ്. ഓക്കെ, ഇനി റിസർവ്ഡ് ഫോറസ്റ്റ് നോക്കുക. ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ. ആ വാക്കൊക്കെ വളരെ യൂണീക്കാണ്. ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ. നോ ആക്ടിവിറ്റീസ് ആർ പെർമിസിബിൾ. അപ്പോൾ റിസർവ്ഡ് ഫോറസ്റ്റിനകത്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈസി അല്ല. പാർലമെന്റ് ഡിസിഷൻ വേണം. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ 2 വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ആസ് പെർ ദ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927. 2, ഹൈലി പ്രൊട്ടക്റ്റഡ്. 3, നോ ആക്ടിവിറ്റീസ് ആർ ജനറലി പെർമിസിബിൾ ഇൻസൈഡ് ദ റിസർവ്ഡ് ഫോറസ്റ്റ്. അവിടെ ആ ജനറലിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പൊതുവായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. പാർലമെന്റിൽ ഏകകണ്ഠമായ ഡിസിഷൻ എടുത്താൽ എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഒരു കാരണം കൊണ്ട് പാർലമെന്റിൽ എന്ത് വരത്തില്ല, ഏകകണ്ഠ ഡിസിഷൻ എടുക്കാൻ വലിയ പാടാണ്. ആരെങ്കിലും എന്ത് ചെയ്യും, എതിർക്കും. അപ്പോൾ നോർമലി ഒരു ആക്ടിവിറ്റിയും നടക്കത്തില്ല. വി ബ്രാൻഡ് ദം ബൈ ദ വേർഡ് കോൾഡ്. ഓക്കെ, ക്ലിയർ? പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് വിച്ച് മീൻസ് പ്രൊട്ടക്റ്റഡ്. ഹൈലി വാക്കില്ല, പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആണ്. 2, ജനറലി ആക്ടിവിറ്റീസ് ആർ പെർമിസിബിൾ ബട്ട് സം ആക്ടിവിറ്റീസ് ആർ പെർമിറ്റഡ്. ജനറലി നോ ആക്ടിവിറ്റീസ് ആർ പെർമിറ്റഡ്. പൊതുവായിട്ട് അവിടെ ആക്ടിവിറ്റി ഒന്നും പെർമിറ്റ് ചെയ്യത്തില്ല. ബട്ട് സം ആക്ടിവിറ്റീസ് ആർ റെക്കമെൻഡബിൾ. പറയും അതിനകത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങൾ നോക്കുക. ഗ്രേസിംഗ് പെർമിസിബിൾ ആണ്. ഗ്രേസിംഗ്, ട്രൈബൽ പോപ്പുലേഷന് അനിമലിനെ ഗ്രേസ് ചെയ്യാം. ട്രൈബലിനകത്ത് കയറി മൈനർ ഫോറസ്റ്റ് പ്രോഡക്റ്റ് കളക്ട് ചെയ്യാം, പെർമിസിബിൾ ആണ്. ഫയർവുഡ് കളക്ട് ചെയ്യാം. അപ്പം ട്രൈബൽസിന് ചില കാര്യങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, അധികാരം കൊടുത്തിരിക്കുക. അവരുടെ റൈറ്റ് ആണ്. ഒന്നെന്താണ്, അവരുടെ അനിമൽസിനെ മൊത്തം ഗ്രേസ് ചെയ്യാൻ പറ്റത്തില്ല, ഏരിയ മാർക്ക് ചെയ്ത് കൊടുക്കും. അവിടെ എന്ത് ചെയ്യാം, ഗ്രേസ് ചെയ്യാം. 2, they are permissible to collect certain minor forest products for maintaining their livelihood. ജീവിക്കാൻ വേണ്ടി മാത്രം. ഹണി കളക്ട് ചെയ്യാം. വാക്സ്, LAC, ലാക്ക് എന്ന് പറയുന്ന വാക്സ് കളക്ട് ചെയ്യാം. സീഡ്സ് കളക്ട് ചെയ്യാം. ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാം. ബാർക്ക് കളക്ട് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, വുഡ് എടുക്കാൻ പാടില്ല, അപ്രൂട്ട് ചെയ്യാൻ പാടില്ല, ഒരു അനിമൽ എടുക്കാൻ പാടില്ല. അപ്പം ഓരോ ഫോറസ്റ്റിലും ആ ലിസ്റ്റ് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്തിരിക്കും. അവിടെ കാണുന്ന ട്രൈബൽസിന് മാത്രം. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ആൻഡ് ദാറ്റ് ലിസ്റ്റ് ക്യാൻ ബി കളക്റ്റഡ് ബൈ ദ ലോക്കൽ പീപ്പിൾ ഡ്വെല്ലിംഗ് ഇൻ ദ ഏരിയ. സോ വാട്ട് വി കോമൺലി കോൾ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. അപ്പോൾ അവിടെ ഏരിയ മാർക്ക് ചെയ്ത് കൊടുക്കും. കോറിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. പെരിഫറലായിട്ട് കുറേ ഏരിയ മാർക്ക് ചെയ്ത് കൊടുക്കും. അവിടെ പോയി എന്ത് ചെയ്യാൻ പറ്റും, ബാർക്കോ ഹണിയോ സീഡ്സോ ഫ്രൂട്ട്സോ ഫയർവുഡോ കറക്റ്റ്. ഈ ഫയർവുഡ് എന്ന് പറയുമ്പോൾ ഒടിഞ്ഞ് താഴെ കിടക്കണം, ഒടിച്ചെടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നിയമമുണ്ട് അതിനകത്ത്. അപ്പം ദാറ്റ്സ് പെർമിസിബിൾ ഇൻ ദ ഏരിയ കോൾഡ് പ്രൊട്ടക്റ്റഡ്. ദേ കൻ ഗോ ഫോർ ഗ്രേസിംഗ്. ഓക്കെ, അപ്പോൾ സച്ച് ആക്ടിവിറ്റീസ് ആർ യൂഷ്വലി പെർമിസിബിൾ ഇൻസൈഡ് ദ ഏരിയ കോൾഡ് പ്രൊട്ടക്റ്റഡ്. അത്രയും മതി നിങ്ങൾക്ക്. ഓക്കെ, 3, conservation reserve. So when I put the word conservation reserve means it's an adjoining area of a national park or a wildlife sanctuary. National park ഇന്റെയോ wildlife sanctuaryയുടെയോ adjoining area ആയിരിക്കും. Or it is a corridor of a sanctuary or a park.
സാങ്ച്വറിയുടെയോ പാർക്കിൻ്റെയോ കോറിഡോർ ആവാം. അത് വളരെ യുണീക്കാണ് ആ പോയിന്റ്. ഇപ്പോൾ കൺസർവേഷൻ റിസർവ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ദ ഏരിയ ഷുഡ് ബി adjoining to a national park or a wildlife sanctuary, or it is a corridor of wildlife sanctuary or a park, or it is a buffer zone for animals. അനിമൽസിൻ്റെ ഒരു ബഫർ സോൺ ആയിരിക്കണം, ബ്രീഡിംഗ് ഗ്രൗണ്ട് ആയിരിക്കണം. അതാണ് മീനിങ്, ബ്രീഡിംഗ് ഗ്രൗണ്ട് ഫോർ ദ അനിമൽസ്. ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഇതിൽ ഏത് ഉണ്ടെങ്കിൽ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യാം? കൺസർവേഷൻ റിസർവ് ഡിക്ലെയർ ചെയ്യാം. 2, വളരെ യുണീക്കാണ്, ദ ഓണർഷിപ്പ് ഷുഡ് ബി ഗവൺമെന്റ്. സ്റ്റേറ്റിൻ്റെയോ സെൻട്രലിൻ്റെയോ ഓണർഷിപ്പിൽ വരണം. നോ ആക്ടിവിറ്റീസ് ആർ പെർമിസിബിൾ ഇൻ ദ ഏരിയ. അവിടെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കാരണം അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്? അനിമൽസ് കയറി വരുന്ന ഏരിയ ആയിരിക്കും. അപ്പോൾ ജനറലി ദേ വോണ്ട് റെക്കമെൻഡ് എനി ആക്ടിവിറ്റി ഇൻ ദ സോൺസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കസ്റ്റോഡിയൻ ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും മിക്കവാറും. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ, നോക്കിക്കൊള്ളണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുക. ഈ കൺസർവേഷൻ റിസർവ് ഇപ്പോൾ ഇന്ത്യയിലാകെ 64 ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് across India. Wherever we declare the conservation reserve, there is less impact of man-animal conflicts. മനസ്സിലായോ? എവിടേക്കാണോ ഇന്ത്യയിൽ കൺസർവേഷൻ റിസർവ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അവിടെ എന്തുണ്ടാവുന്നില്ല? മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് വളരെ കുറവാണ്. എന്ന് പറയുമ്പം അനിമൽസ് ഇതുവരെ വരത്തുള്ളൂ മാക്സിമം ഈ പറയുന്ന കൺസർവേഷൻ റിസർവ് വരെ വരത്തുള്ളൂ. എങ്ങോട്ട് വരത്തില്ല? ഡൊമസ്റ്റിക് ഏരിയയിൽ വരുന്നില്ല. എവിടേക്കാണ് ഇല്ലാതെ വരുന്നത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോറസ്റ്റിൽ കയറി എങ്ങോട്ട് വരും? ഡൊമസ്റ്റിക് ഏരിയയിലോട്ട് കയറി വരും. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് അക്രോസ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് വി ആർ ഗോയിങ് ടു ഡിക്ലെയർ ദ സോൺ കോൾഡ് കൺസർവേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ 64 ഉള്ളൂ, കേരളത്തിൽ ഒന്നും തന്നെ വന്നിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയാം, ആദ്യം ഡിക്ലെയർ ചെയ്ത് മാത്രം പറയാം. തിരുമലൈ മരുദൂർ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലാണ്, തമിഴ്നാട്. ആദ്യത്തെ കൺസർവേഷൻ റിസർവ് ആയിരുന്നു ഇന്ത്യയിൽ. ഇനി ഈ കൺസർവേഷൻ റിസർവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിലൊന്നും പറയാത്ത കാര്യങ്ങളാണ്. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, IFA ഒന്നും പറഞ്ഞിട്ടില്ല. ന്യൂലി ഡിക്ലെയർഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. കാരണം 83 ഡിക്ലെയർ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ടിന് കീഴിലാണ് നമ്മളത് കൊണ്ടുവന്നത്. ലേറ്റർ പീരീഡ് ആണ് 83 കൊണ്ടുവന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കുക, കമ്മ്യൂണിറ്റി റിസർവ്. അടുത്ത വാക്കാണ്. സോ ഇതിന്റെ ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഷുഡ് നോട്ട് ബി എൻ അഡ്ജോയിനിങ് ഏരിയ ഓഫ് എ സാങ്ച്വറി ഓർ എ പാർക്ക്. മറ്റേത് ഷുഡ് ബി, ഇത് ഷുഡ് നോട്ട് ബി. സാങ്ച്വറിയുടെ പാർക്കിന്റെ അടുത്ത് വരരുത്, മാൻഡറ്ററി ആണ്. ഇറ്റ് ഷുഡ് നോട്ട് ബി എ പാർട്ട് ഓഫ് സാങ്ച്വറി ഓർ എ പാർക്ക്. 2, യൂഷ്വലി ഓൺഡ് ബൈ എ കമ്മ്യൂണിറ്റി, often by the state governments. മിക്കവാറും ഓണർഷിപ്പ് പോയിരിക്കുന്നത് ഏതെങ്കിലും ലോക്കൽ കമ്മ്യൂണിറ്റി ആയിരിക്കും. ഓഫൻ ആർക്ക് വരാം? സ്റ്റേറ്റ് ഗവൺമെന്റും വരാം. ഓക്കെ, 3 സസ്റ്റൈനബിൾ ആക്ടിവിറ്റീസ് ആർ റെക്കമെൻഡഡ്. ആ വാക്ക് വളരെ യുണീക്കാണ്. സസ്റ്റൈനബിൾ ആക്ടിവിറ്റീസ് ആർ റെക്കമെൻഡബിൾ. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ത് ചെയ്യാം? റെക്കമെൻഡ് ചെയ്യാം. എന്തൊക്കെയാണ്? ടൂറിസം പെർമിറ്റ് ചെയ്യാം, അഗ്രികൾച്ചർ പെർമിറ്റ് ചെയ്യാം, ഗ്രേസിംഗ് പെർമിറ്റ് ചെയ്യാം. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട് എന്ത് വരാൻ പാടില്ല? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല. വാക്കതാണ് സസ്റ്റൈനബിൾ യൂട്ടിലിറ്റി എന്ത് ചെയ്യാം? പെർമിറ്റ് ചെയ്യാം. വിത്തൗട്ട് എനി ഡീഗ്രേഡിംഗ് ദ ഏരിയ യു കൻ ഡു സം ആക്ടിവിറ്റീസ്, പെർമിസിബിൾ ആണ്. ഗ്രേസിംഗ് പറയാം, അഗ്രികൾച്ചർ പറയാം, അഗ്രോ ഫോറസ്ട്രി പറയാം, അനിമൽ ഹസ്ബൻഡറി പറയാം. ഇതെല്ലാം പെർമിസിബിൾ ആണ്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ പാടില്ല. Then we commonly call the word called community reserve. ഇന്ത്യയിലാകെ ഉള്ളത് ഏതാണ്ട് 26 ഉണ്ട്. കേരളത്തിൽ ഒരെണ്ണമുണ്ട്, കടലുണ്ടി ഓഫ് കോഴിക്കോട്. ഈസ് വൺ ഓഫ് എക്സാമ്പിൾ ഫോർ എ കമ്മ്യൂണിറ്റി റിസർവ് ഇൻ കേരള. അവിടെ ഫിഷിംഗ് ഒക്കെ പെർമിസിബിൾ ആണ് അവർക്ക്. കടലുണ്ടി ഓഫ് കോഴിക്കോട് ഈസ് വൺ ഓഫ് ദ കമ്മ്യൂണിറ്റി റിസർവ് വി ഹാവ്. ഏറ്റവും കൂടുതലുള്ളത് മേഘാലയയാണ്. ഏതാണ്? 24 മേഘാലയയാണ്. മേഘാലയ 24, 2 പഞ്ചാബ്, 1 കർണാടക. ഇതാണ് ആകെ ഉള്ളത്. ബാക്കി ഒരു സ്റ്റേറ്റിലുമില്ല. ആകെ ഉള്ളത് കേരള,
ഒരെണ്ണം, പഞ്ചാബിൽ 2 എണ്ണം, കർണാടകയിൽ 1 എണ്ണം, ബാക്കി മുഴുക്ക് വരുന്നത് മേഘാലയ. ബാക്കി സ്റ്റേറ്റിലൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അവിടെ പോയിന്റ് ഇതാണ്, അതിൻ്റെ യുണീക്നെസ് ഇതാണ്. ഇറ്റ് ഇസ് യൂഷ്വലി ഓൺഡ് ബൈ എ കമ്മ്യൂണിറ്റി, not an adjoining area of a sanctuary park. Sustainable activities are recommendable. We brand them by the word community reserve. ആദ്യത്തെ 4 തീർന്നു. Okay, what is a reserved forest? What is a protected forest? What is a conservation reserve? What is a community reserve? ഇനി അടുത്ത 2 കൂടെ പറയാം.